എഫിന് ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത സിനിമയാണ് സലാർ. വളരെ പ്രതീക്ഷയോടെ സിനിമാ പ്രേമികൾ കാത്തിരുന്ന ചിത്രം. ട്രെയിലർ സൂചിപ്പിക്കുന്ന പോലെ പ്രഭാസിന്റെ ദേവയും പൃഥ്വിരാജിന്റെ വരദരാജ മന്നാറും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും രക്തരൂക്ഷിതമായ ഗാൻസാറിന്റെ ചരിത്രവുമാണ് സലാർ പറയുന്നത്. KGF-ന് വേണ്ടി ഉപയോഗിച്ച അതേ മീറ്ററിൽ തന്നെയാണ് പ്രശാന്ത് സലാറും ഒരുക്കിയിരിക്കുന്നത്. മേക്കിങ്ങിൽ മാത്രമല്ല പശ്ചാത്തലവും ചില രംഗങ്ങളുമെല്ലാം KGF-നെ ഓർമ്മിപ്പിക്കുന്നതാണ്. മറ്റു ചിലപ്പോഴൊക്കെ അത് ബാഹുബലിയിലേക്കും എത്തുന്നുണ്ട്. KGF-നെ പോലെ തന്നെ സലാറിനെ മറ്റൊരു യൂണിവേഴ്സ് ആക്കി മാറ്റാൻ പ്രശാന്ത് ശ്രമിക്കുന്നുണ്ട്. റോക്കി ഭായ് ഒരു ദൗത്യവുമായി KGF-ലേക്ക് എത്തുന്നത് പോലെ ഇവിടെ ദേവ ഗാൻസാറിലെത്തുന്നതും ഒരു ലക്ഷ്യവുമായാണ്. അവിടെ അറിഞ്ഞും അറിയാതെയും റോക്കി ഒരുപാട് പേരുടെ രക്ഷകനും ദൈവവുമായി മാറുമ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. തങ്ങളുടെ ലക്ഷ്യം മാറ്റുന്നതിൽ പോലും റോക്കിയും ദേവയും സാമ്യത പുലർത്തുന്നുണ്ട്. ലോജിക്കിനെ പടിക്ക് പുറത്ത് നിർത്തിയ ആക്ഷൻ രംഗങ്ങളാണെങ്കിലും ഇമോഷണലി തന്റെ സിനിമയെ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സംവിധായകനാണ് പ്രശാന്ത് നീൽ. എന്നാൽ സലാറിൽ ആ ഒരു കണക്ഷൻ സാധിച്ചെടുക്കാനാകുന്നില്ല. സിനിമയുടെ ആദ്യ പകുതി രണ്ടാം പകുതിയിലേക്കുള്ള ബിൽഡപ്പും രണ്ടാം പകുതി അടുത്ത പടത്തിലേക്കുള്ള ബിൽഡപ്പും ഇതിനിടയിൽ വരുന്നവരും പോകുന്നവരുമെല്ലാം നായകനു വേണ്ടി ബിൽഡപ്പ് ചെയ്യുകയാണ്. ആദ്യ പകുതിയുടെ അവസാനത്തോടെയാണ് സിനിമ ട്രാക്കിലാവുന്നത്. എന്നാൽ രണ്ടാം പകുതി തുടങ്ങുന്നിടത്ത് സിനിമ വീണ്ടും പഴയ താളത്തിലേക്ക് തിരികെ പോകുന്നുണ്ട്. കാഴ്ചക്കാരുമായി ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതും സിനിമയെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതേസമയം പ്രഭാസിനെ സംബന്ധിച്ച് സലാർ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ബാഹുബലി സീരീസിന് ശേഷം കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രഭാസിനെ അവതരിപ്പിച്ചത് പ്രശാന്ത് നീൽ തന്നെയാണ്. മേലനങ്ങാതെയുള്ള ആക്ഷനും അഭിനയവും ഒക്കെ ആണെങ്കിലും അത്യാവശ്യം സ്ക്രീൻ പ്രസൻസിൽ പിടിച്ചു നിൽക്കാൻ പ്രഭാസിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പൃഥ്വിരാജിനെ സംബന്ധിച്ച് സലാർ മികച്ചൊരു തീരുമാനം തന്നെയായിരുന്നു. നായകന്റെ അടികൊള്ളാനുള്ള വില്ലനോ നായകന് വേണ്ടി ബലിയാടാകുന്ന കൂട്ടുകാരനോ അല്ല പൃഥ്വിരാജ്. പൃഥ്വിരാജ് എന്ന താരത്തെയും നടനെയും കൃത്യമായി തന്നെ പ്രശാന്ത് നീൽ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലായിരിക്കും പൃഥ്വിരാജിന് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള രംഗങ്ങൾ ഉണ്ടാവുക. ശ്രിയ റെഡ്ഡി, ബോബി സിംഹ, ജഗപതി ബാബു, ഈശ്വരി റാവു തുടങ്ങിയവരെല്ലാം സിനിമയിൽ പ്രഭാസിന് കട്ട വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ചെറിയ റോളിലാണെങ്കിലും ശ്രുതി ഹാസനും സലാറിന്റെ ഭാഗമാവുന്നുണ്ട്. രവി ബസൂറിന്റെ പശ്ചാത്തല സംഗീതം KGF-നായി ഒരുക്കി വെച്ചിരുന്നതിന്റെ ബാക്കിയെടുത്ത് വീശിയതുപോലെ തോന്നി. സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ സംഗീതത്തിന് ചിലയിടങ്ങളിൽ സാധിക്കുന്നില്ല. എഡിറ്റിംഗിൽ ബ്ലാക്ക് ഔട്ടിന്റെ അമിതമായ ഉപയോഗവും സിനിമയുടെ ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട്. സലാർ രണ്ടാം ഭാഗത്തിനുള്ള ബിൽഡപ്പ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗാൻസാറിന്റെയും ദേവയുടെയും വരദരാജിന്റെയും കഥകളുടെ പൂർണ്ണത രണ്ടാം ഭാഗത്തിലേ പൂർത്തിയാവുകയുള്ളൂ. എന്നാലും പ്രേക്ഷകരെ മടുപ്പിക്കാതെ തിയേറ്റർ അനുഭവം നൽകുന്നതിൽ സലാർ പാർട്ട് 1 വിജയിക്കുന്നുണ്ട്.